വീണാസ് ഫാമിലിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട് അമ്മ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നേ. ഇതാണ് നമ്മളെ വീട് കേട്ടോ. ഇത് മോനെ വരുന്നുണ്ട്. കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ വീട്. വീടിൻ്റെ ഉൾവശം പിന്നെ കാണിക്കാം. നമുക്ക് കുറച്ച് ചുറ്റുവട്ടം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. അവിടെ പിന്നെ കാണിക്കാം നമുക്ക്. ഇതാണ് നമ്മളെ വീട് കേട്ടോ. ചുറ്റുവട്ടം എങ്ങനെയാണ് ഉള്ളത്. ഇത് നമ്മുടെ മേലെ വീട്ടിന് മേലെയുള്ള എസ്റ്റേറ്റ് ആണേ. എസ്റ്റേറ്റിൻ്റെ ഷെഡാണ് ഈ കാണുന്നത്. മേലോട്ട് കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് തേയിലേൻ്റെ ഷെഡാണ് കേട്ടോ. മേലെ തേയിലത്തോട്ടായിരുന്നു. ഇപ്പം കാര്യമായിട്ട് ശ്രദ്ധകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതത്ര മുന്നോട്ട് പോകണില്ല. ഇത് തേയിലേൻ്റെ തോട്ടമാണ്. അത് ഇങ്ങനെ ഒരു തീരെ പിന്നെ പരിചരണം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയിന്നേ ഉള്ളൂ. നമ്മുടെ കപ്പൽ മുതലാളിൻ്റെ സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കയ്യേറി താമസിച്ച ആൾക്കാരാണ് കേട്ടോ. അല്ലാതെ നമുക്കിങ്ങനെ സ്ഥലവും കാരണം പതിച്ച് കിട്ടിയിട്ടില്ല. കിട്ടേണ്ടതായിരുന്നു. പിന്നെ അദ്ദേഹം മരിച്ചതോടുകൂടി നമുക്കത് നീണ്ടു പോവുകയാണ് കേട്ടോ. നമുക്ക് ഉടനെ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിക്കാം. ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതാണ് കേട്ടോ. ഇരുട്ടായിപ്പോയി. കാര്യമായിട്ട് അത്ര കാണാൻ വഴിയില്ല. അങ്ങോട്ട് കണ്ടില്ലേ, അങ്ങ് വരെ ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ചുറ്റും ഇപ്പോൾ കുറേയൊക്കെ സിൽവറും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് ഏകദേശം വലുതായി. ഇപ്പുറത്ത് മേലെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത്ര കാട് മൂടിയിട്ടില്ലായിരുന്നു. ഇത് തീരെ പരിചരണം ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. നമ്മൾ ഈ വഴിയാണ് നമ്മൾ കാറും കൊണ്ട് വരാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കാണിക്കുക. താഴെ ഒരു പുഴയുണ്ട്. നമ്മൾ നല്ല പിന്നെ ഏതും കുളിക്കുന്ന ഒരു തോട് കണ്ടായിരുന്നില്ലേ, ആ തോട് ഇതിന് താഴെയായിട്ടാണ് ഉള്ളത്. ഇതിന് താഴെയായിട്ട് കണ്ടില്ലേ. കറക്റ്റ് കാണുമോയെന്നറിയില്ല, ഇരുട്ടായിപ്പോയില്ലേ, അതുകൊണ്ട് കറക്റ്റ് കാണില്ല. കണ്ടോ, അവിടെ കാണുന്നതാണ് തോട്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ വീടും പരിസരവും ചുറ്റുവട്ടമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് കുറേ പിന്നെ ടൂറിസ്റ്റ് ഏരിയകളൊക്കെ ഉണ്ട്. നമ്മളെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് മുനീശ്വരം കുന്ന് കാണാം കേട്ടോ. മുനീശ്വരം കുന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കിയാൽ. പിന്നെ ഈ ഇവിടെ കാണുന്ന ഈ കുന്നിൻ്റെ മണ്ടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഏരിയ മുഴുവൻ കവറാവും, നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ. നമ്മളെ വീട് പൊയിൽ എന്നുള്ള സ്ഥലത്താണ് കേട്ടുള്ളത്. മാനന്തവാടി തലപ്പുഴ പൊയിൽ. ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ കിടപ്പ് വശം വെച്ചിട്ടുണ്ടെങ്കിൽ. അറിയില്ല, നല്ല ഹൈറ്റായിപ്പോയി. രാത്രിയിലൊക്കെ ഇതിൽ വരുമ്പോൾ പേടിച്ചിട്ട് വേണം വരണമെങ്കിൽ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കടുവയും അതും ഇതും ഇങ്ങനെ ആയതുകൊണ്ട് വന്യമൃഗശല്യങ്ങൾ കൂടുതലല്ലേ. അപ്പം ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം വരണമെങ്കിൽ. പുറകെ അമ്മയും മക്കളൊക്കെ പുറകെ വരുന്നുണ്ട്. ഏട്ടൻ്റെ കുട്ടിയും പിന്നെ എൻ്റെ 2 കുട്ടികളും കൂടെ പുറകെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇരുട്ടായിപ്പോയി കേട്ടോ. നമുക്ക് കുറച്ച് നേരത്തെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. ചെറിയ പണി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ചക്കപ്പുഴുക്കിന് പുറകെ കൂടിയത് കൊണ്ട് ഇന്ന് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതാണ് ഇത്ര വൈകുന്നേരം ആയിപ്പോയത്. ഇരുട്ടായിപ്പോയി. താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടോട് തൊട്ട് നിൽക്കുന്ന ഒരു പാലവും. എന്നുവെച്ചാൽ പാലം ആദ്യം ഇവിടെ ആയിരുന്നില്ല, കുറച്ച് താഴെ വശമായിരുന്നു പാലം. പിന്നെ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലമാണ് നമ്മുടെ പാലം വന്നത് കേട്ടോ. ഇങ്ങനെ തുടച്ച് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലത് ബോറടിക്കുന്നുണ്ടാവും അല്ലേ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാലം. ഇതാണ് നമ്മുടെ പാലം. എന്നുവെച്ചാൽ മഴക്കാലമാകുമ്പം നല്ലപോലെ വെള്ളം കയറും. താഴെ കാണാൻ ഗ്രൗണ്ടൊന്നും കാണാൻ കഴിയില്ല, നല്ലപോലെ വെള്ളം കയറും. ഇതിൽ ഇവിടെ 3ആയിട്ട് തിരിയുന്ന റോഡാണ് കേട്ടോ. ഒന്ന് ഇവിടെ മേലെ ജംഗ്ഷനിൽ പോകുന്ന റോഡും, ഇത് തിരിഞ്ഞ പുതിയിടത്തിലേക്കും. പിന്നെ ഈ വഴി വെച്ചിട്ടുണ്ടെങ്കിൽ
44 പിന്നെ കൈതക്കൊല്ലി ആ ഭാഗത്തേക്ക് എത്താൻ പറ്റുന്ന റോഡ് മെയിൻ റോഡ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളെ ഏരിയ. ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല. ഈ സമയം കൊണ്ട് പറ്റുന്ന അത്രയും കവർ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് നല്ല വൃത്തിക്കുള്ളൊരു വീഡിയോ നമുക്ക് പുറകെ എടുക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാ പുറകെ അമ്മ വരുന്നുണ്ട് കേട്ടോ, കുട്ടികളും കുട്ടി വരുന്നുണ്ട്. നമുക്ക് വേറൊരു വീഡിയോ കാണാം കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാവുന്നതാണ് കേട്ടോ. താങ്ക് യു, ബൈ.